എടി എൻ്റെ കാലിനൊരു വല്ലായ പോലെ. കണ്ട കൂട്ടുകാരികളെല്ലാം പറയുന്നത് കേട്ടിട്ട് തലയെ കയറ്റി വെച്ചിട്ട് ഓരോന്നും ആക്കി വെക്കാൻ നിൽക്കല്ലേ. നടന്നേ. എന്നാൽ എന്തൊരു കഷ്ടമായത്. എന്ത് കഷ്ടം? ഒരു കഷ്ടമില്ല. എടി അവൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞല്ലോടി. എൻ്റെ അമ്മ, അതെല്ലാം അവരെ കാര്യമല്ലേ. അമ്മക്കിപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഒന്ന് നടന്ന് സ്പീഡിൽ നടന്നാട്ടായിരുന്നു. ഏത് നേരത്താമോ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ തോന്നി നിന്ന്. എന്നാലും അവളുടെ ഗതി ആർക്കും വരുത്തല്ലേ ഭഗവാനെ. അത് അവരെ കാര്യം, നമുക്ക് എന്ത് വന്നിനി. വലിച്ചോണ്ട് പോവാതെ പതുക്കെ പോടി. എന്നെ എനിക്ക് കാലിനൊരു പിടുത്തോണ്ടെന്ന് പറഞ്ഞില്ലേ. നീ എന്നാടെ എവിടെ ഇരിക്കുന്നത്? എന്റെ ചേച്ചിയും ചേട്ടനല്ലേ ഇവിടെ? ഉള്ളില് കഴിച്ചിട്ട് സുഖിച്ചിട്ടിരിക്കണ്ട്. നീ ഭക്ഷണം കഴിച്ചില്ല? എന്നെ കഴിക്കാൻ ആരും വിളിച്ചൊന്നുമില്ല. ആഹാ, ഞാനൊന്ന് ചോദിക്കട്ടെ. വാ, അതൊക്കെ കേറ്. ഞാനേ ഞാൻ ഇടിച്ച് വീണിച്ച് അതും കൊണ്ടുപോയല്ലോ. ചിന്തിച്ച് നടക്കും. എടി കൃഷ്ണ, നിന്റെ മറ്റൊരു കൂട്ടുകാരി ഇല്ലായിരുന്ന? ഏത് കൂട്ടുകാരിയുടെ? മറ്റേ ചുണ്ടിന്റെ മുകളിൽ മറുകൊള്ളൊരുത്തി. നീ എന്തിനാ ഈ പെൺപിള്ളേരെ ചുണ്ടിന്റെ മുകളിൽ മറുകൊക്കെ നോക്കണേ? കാണാൻ കൊള്ളാതെ നമ്മളെ ആമ്പിള്ളേരെ നോക്കി ഇരിക്കും. പിന്നെ അത്രയും കാണാനൊന്നും കൊള്ളത്തൊന്നുമില്ല അവളെ. ചേച്ചി എന്റെ കൂടെ +2 എന്ന് പറഞ്ഞ പഠിച്ചില്ലായിരുന്നോ? അവളിപ്പോ എന്തോ ഇന്ന് അവളല്ലേ? എടാ അവളിപ്പോ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുവാടാ. കാണാൻ കൊള്ളാന്നൊരു എന്റെ ഫ്രണ്ട്സിനെയാണ് നോക്കിയാ നിന്റെ തലമണ്ണ അടിച്ച് പൊളിക്കുന്നേ. അവന്റെ അനിയത്തിയുടെ കൂട്ടുകാരെ നോക്കാമെന്ന് എന്തെങ്കിലും നിയമമാണ്? നീ നോക്കണ്ട. നിന്റെ പറയാൻ നിന്നെ കൊണ്ട് പറയില്ലേ? എന്തോന്ന് പരിപാടിക്ക് വന്ന ചുമന്ന ബൈക്ക്. എന്ത് ചുമന്ന ബൈക്ക്? ഇല്ല ചേച്ചി പാവ ഒന്നും അറിയത്തില്ല. ഇവള് കള്ളി, ഇവള് പെരുങ്കള്ളി. നീ പറ, അവൾ എന്റെ അടുത്ത് പറയില്ല. ആ പരിപാടിക്ക് വന്ന മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? കഴിച്ചമ്മ. പക്ഷെ ചമ്മന്തി ഒരു സുഖമില്ലായിരുന്നല്ലേ? വത്തലമുള കരഞ്ഞൊരു സംശയം. നല്ല ചമ്മന്തി ഞാൻ എന്താണ് ചെറുതിന് ഭക്ഷണം എടുത്തോട്ടാല്? അവന് വിശക്കണ്ടേ, അവനെടുത്ത് കഴിച്ചൂടെ? എടുത്തോട്ടെ. എന്റെ കയ്യില് വള ഊരിപ്പോടി. എന്തിനാ പുഷ്പ നീ ഇങ്ങനെ ഈ കൊച്ചുങ്ങളെ ഇട്ട് ഇങ്ങനെ തല്ലുന്നത്? നീ ഒറ്റ ഒരുത്തിയാണ് ഈ പിള്ളേരെ ഇങ്ങനെ വഷളാക്കുന്നത്. അതായത് നിങ്ങളെല്ലാം കൂടെ തമ്മി തല്ലി ചാവുന്നത്. നിങ്ങൾ പിന്നെ മാനത്ത് നോക്കിയിട്ടല്ലേ നിൽക്കുന്നേ? എന്നിട്ട് വേണം അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇടികൊള്ളാൻ. പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ അടിക്കുന്ന പറഞ്ഞു വരുന്നത് കേട്ടില്ലേ? നിങ്ങൾ എന്റെ മക്കളെ നോക്കണ്ട. എനിക്ക് നോക്കാൻ സൗകര്യമില്ല. നിങ്ങളാ നോക്കുന്നത്, ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. നീ കുറെ നോക്കിയതല്ലേ ഞാൻ ഇവിടെ കാണുന്നത്. ഞാൻ രാവിലെ പോകുമ്പോ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത്. അതൊന്ന് എടുത്തു കൊടുക്കുമ്പോ എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്? തുള്ളല് കണ്ടോ ദൈവമേ? അതെത്ര ചെറുതാണ്, എത്ര വിശന്നിട്ടാ ഇരിക്കുന്നത്. നല്ലോണം വയറ് വെട്ടി തിന്നാ നിങ്ങൾ രണ്ടു തിന്നാ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ കിട്ടിപ്പോയി കഴിഞ്ഞാൽ പുറം പൊളിഞ്ഞു പോവാ. ഇറങ്ങി പാടാ. പണ്ടേ മുതൽ ഇഷ്ടല്ല അമ്മേ. ചുമന്ന് നിങ്ങളെന്നാലും ആ കൊച്ചിന് ആഹാരം കൊടുത്താൽ മോശമായിപ്പോയി കേട്ടോ കുഞ്ഞുങ്ങളെ. മട്ടിച്ചാറും മണ്ണക്കെണ്ണും മലങ്കാരം വിരിയണ് നല്ല പെടക്കണ മത്തി ജീവനുള്ള മത്തി. എന്താ നമുക്ക് പകുതി കറി വെക്കാം, പകുതി മറക്കാം. എന്നാ പറ്റി? മത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം ഇല്ലല്ലോ മുഖത്ത്. മത്തി എന്ന് പറയാൻ തുള്ളി ചാടണ. കലിപ്പിലല്ലേ? മൊത്തം ശോകമാണോ ഇവിടെ? എന്താ കാര്യം? അയ്യോ വലിച്ചെറിയല്ലേ? വിലപേശ മേടിച്ചോണ്ട് വന്നതാ. എന്നാ പറ്റി പറ. ഇടി എന്തുവാ പ്രശ്നം? നിങ്ങളെ മക്കളോട് പോയി ചോദിക്കും. നിന്റെ നാവ് അനങ്ങത്തില്ലേ? ഇത് എന്നെ കൊണ്ട് ഓർന്ന് പറയിപ്പിക്കല്ലേ? എന്തോന്നാ ഇത്? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. ഞാനില്ലെങ്കിൽ അപ്പുവിന്റെ കാര്യം ആരാ നോക്കണ്ടേ? ഞാൻ നോക്കും അല്ലേ? നിങ്ങളും ഇല്ലെങ്കിലോ? നമ്മളില്ലെങ്കിൽ ഇവിടെ നിൽക്കുകയല്ലേ കടാകടിയന്മാരായ 3 പിള്ളേര്. എന്നിട്ടാന്നല്ലോ അപ്പു വിശന്നിരുന്നപ്പോ അവര് 3 പേരും നല്ലോണം വിട്ടു വീങ്ങിട്ട് അങ്ങ് പോയി. അയ്യോ, അപ്പു വിശന്നിരുന്നപ്പോ 3 പേരും കൂടെ വിട്ടു വീഴിക്കുക. ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് 2 ചെക്കനെ കിട്ടിയില്ല. ചെക്കന് ഒന്നേ
ഓടിക്കളഞ്ഞു. അത് ശരി. രാവിലെ ഇവിടെ ഒരു മല്ലയുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കുക അല്ലേ? അതിന്റെ കലിപ്പ മുഖത്ത്. എന്നാലും നമ്മുടെ പിള്ളേരല്ലേ, തല്ലുണ്ടായിരുന്നു. പറ്റിപ്പോയി ആ ദേഷ്യത്തില്. ആ പോട്ടെ. അല്ല, എന്റെ അമ്മയുണ്ടായിരുന്നല്ലോ ഇവിടെ. അമ്മ എന്ത് ചെയ്യും? ആ ബെസ്റ്റ്. ഇപ്പൊ മുട്ടുവേദന അവിടെ കിടക്കുന്നുണ്ട്. എന്താ പെട്ടെന്നൊരു മുട്ടുവേദന? രാവിലെ അമ്പലത്തിൽ പോയില്ലേ, ആ. അപ്പം കൂട്ടുകാരിനെ കണ്ടു, ഭവാനി. ആ, അവർക്ക് നല്ല മുട്ടുവേദനയാവുമല്ലോ. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. അത് കേട്ടപ്പം തുടങ്ങി, എനിക്ക് മുട്ടുവേദനയാന്നേ, എനിക്ക് മുട്ടുവേദനയാന്നേന്ന് പറഞ്ഞു. അതെങ്ങനെ ഈ മുട്ടുവേദന പകർച്ചവ്യാധിയാണ്? അവർക്ക് മുട്ടുവേദന വരുമ്പോ അമ്മയ്ക്ക് വരാൻ വേണ്ടിട്ട്? അല്ല, അവിടുന്ന് ഇവിടെ വരെ വരുന്നവരില്ല. ഗേറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ മുട്ടുവേദന വന്നത്. എന്നാ പറ്റി? അതെന്തെങ്കിലും പണിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞോട്ട് അതുകൊണ്ട് തന്നെ വേറെ ഇതൊന്നും കൈയുടെ വെച്ചുകൊണ്ട് കൈമലി. അയ്യോ, ഇനി അമ്മയും പൊക്കെടുത്ത് ആശുപത്രി പോകേണ്ടി വരുമോ? ഞാനേ അമ്മയെ പോയിന്ന് കണ്ടു.